യേശു കുറേ നാൾ മറിയത്തിൻ്റെ ഉദരത്തിൽ വസിച്ചു. എന്നാൽ തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ യേശു എന്നേക്കും വസിക്കുന്നു. അങ്ങനെ നാം മറിയത്തെ പോലെയോ അതിനേക്കാൾ ഏറെയോ യേശു മുഖാന്തരം അനുഗ്രഹീതരാകുവാൻ ദൈവം തിരുമനസ്സായി എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യത്തിന് നാം ദൈവത്തെ സ്തുതിക്കണം. യേശുവിനേക്കാളേറെ മറിയത്തെ സ്തുതിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. മറിയത്തിൽ കൂടിയല്ലേ യേശു ജനിച്ചത് എന്ന് ചിന്തിച്ച് മറിയത്തെ സ്തുതിച്ചാൽ മറിയത്തിൻ്റെ മാതാപിതാക്കളെയെല്ലാം അതിനേക്കാളേറെ സ്തുതിക്കേണ്ടി വരും. അതെല്ലാം അനാവശ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ അസാധാരണ ബുദ്ധി വൈഭവത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്തുതിക്കേണ്ടത് കൃപ ലഭിച്ചവളെയല്ല, കൃപ നൽകിയ ദൈവത്തെയാണ്. കൃപ ലഭിച്ചവരെല്ലാം ഭാഗ്യമുള്ളവരാണ്. കൃപ ലഭിക്കാനുള്ള യോഗ്യത അർഹതയില്ലായ്മയാണ്. എന്നാൽ നാം സ്തുതിക്കേണ്ടത് കൃപ ലഭിച്ചവരെയല്ല, കൃപ നൽകിയ ദൈവത്തെയാണ് നാം സ്തുതിക്കേണ്ടത്. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ, നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയായി തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് 1 കൊറിന്ത്യർ ലേഖനം 1 അധ്യായത്തിൽ നാം വായിക്കുന്നു. നാം ദാഹിച്ചു വലഞ്ഞിരിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യൻ നമുക്ക് 1 ഗ്ലാസ് വെള്ളം തരുന്നു വന്നിരിക്കട്ടെ. നാം നന്ദി പറയുന്നത് ആ നല്ല മനുഷ്യനോടാണോ അതോ ആ ഗ്ലാസിനോടാണോ? ഗ്ലാസിനോട് നന്ദി പറയണമെന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് മറിയത്തെ ആരാധിക്കുന്നവർ, മറിയത്തോട് പ്രാർത്ഥിക്കുന്നവർ. യേശുവിനെ ഉദരത്തിൽ വഹിച്ചു എന്ന കാരണം കൊണ്ട് മറിയം പരിശുദ്ധയാണ് എന്ന് പറയുന്നത് ശരിയല്ല. യേശുവിനെ വഹിച്ച ഉദരത്തേക്കാൾ ഭാഗ്യം ദൈവഹിതം നിറവേറ്റുന്നവർക്കാണ് എന്ന് യേശു തന്നെ വ്യക്തമാക്കിയതല്ലേ. യേശുവിനെ ഉദരത്തിൽ വഹിച്ചത് മറിയം പരിശുദ്ധയായതുകൊണ്ടായിരുന്നു എന്നും യേശുവിനെ ഉദരത്തിൽ വഹിച്ചതുകൊണ്ട് മറിയം പരിശുദ്ധയായി എന്നും അതിനാൽ നാം മറിയത്തെ സ്തുതിക്കുകയും വണങ്ങുകയും ചെയ്യണമെന്നുമൊക്കെ വാദിക്കുന്നത് ശരിയല്ല. യേശു കഴുതയിന്മേലും ബോട്ടിലുമെല്ലാം സഞ്ചരിച്ചത് അവ പരിശുദ്ധമായിരുന്നത് കൊണ്ടായിരുന്നില്ല. മാത്രമല്ല, യേശു അവയെ ഉപയോഗിച്ചതുകൊണ്ട് അവ പരിശുദ്ധമായി തീർന്നിട്ടുമില്ല. ആയതിനാൽ യേശുവിനെ ഉദരത്തിൽ വഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറിയത്തെ സ്തുതിക്കണമെന്നും വണങ്ങണമെന്നുമൊക്കെ പറയുന്നവർ യേശു ഉപയോഗിച്ച കഴുത, ബോട്ട് എന്നിവയൊക്കെയും സ്തുതിക്കണമെന്നും വണങ്ങണമെന്നും പറയുന്ന കാലം അകലെയല്ല. കൃപ ലഭിച്ചു എന്നതിൻ്റെ പേരിൽ മറിയത്തിന് പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടുവാനും അഹങ്കരിക്കാനും ഒന്നുമില്ല. കൂടുതൽ കൃപ ലഭിക്കുന്നവർ അതനുസരിച്ച് കൂടുതൽ സ്വയം താഴ്ത്തുകയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, ആദിമസഭയിൽ അപ്പസ്തോലന്മാർ മറിയത്തിന് പ്രത്യേകമായ യാതൊരു സ്ഥാനവും കൊടുത്തിരുന്നില്ല. അപ്പസ്തോലന്മാർ മറിയത്തെ തങ്ങളുടെയോ മലാഖമാരുടെയോ രാജ്ഞിയായി കണക്കാക്കിയതായി ബൈബിളിലില്ല. അതിന് യാതൊരു തെളിവുമില്ല. സത്യാവസ്ഥ ഇങ്ങനെയിരിക്കെ എന്തിനാണ് സഭാ നേതാക്കൾ മറിയത്തിന് ഇല്ലാത്ത ഗുണവിശേഷങ്ങളും പദവികളുമൊക്കെ കൊടുത്ത് അവളെ പ്രശംസാപാത്രവും ആരാധനയ്ക്ക് യോഗ്യയും ആരാധനാമൂർത്തിയുമൊക്കെ ആയി ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുകളല്ലേ. എന്തുകൊണ്ടാണ് ഇത്തരം നുണങ്ങളിൽ വിശ്വസിക്കുവാനും മറിയത്തെ സ്തുതിക്കുവാനും അവർ ജനങ്ങളെ നിർബന്ധിക്കുന്നത്? തിന്മയുടെ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിനാൽ ജനങ്ങൾ വളരെ ജാഗ്രത പുലർത്തണം. അതിനാൽ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുക, ദൈവത്തെ മാത്രം സ്തുതിക്കുക. മരിച്ചവരോടുള്ള നമ്മുടെ പ്രാർത്ഥന ദൈവിക പദ്ധതിയിലുള്ളതല്ല. അതിനാൽ വിശുദ്ധരോട് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം ദൈവികമല്ല. അതുകൊണ്ട് വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങളും അത്ഭുതങ്ങളും ഒന്നും ദൈവത്തിൽ നിന്നല്ല, അത് സാത്താനിൽ നിന്നാണ്, ദൈവവിരുദ്ധ ശക്തികളിൽ നിന്നാണ്.